പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായവില്ല. ഹോർമുസ് അടച്ചതായി ഔദ്യോഗികമായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായി. വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവില്ല തുടരുന്നു? ഈ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? ഇനി ഹോർമുസ് അടയ്ക്കുന്ന സാഹചര്യം അത് ഔദ്യോഗികം പ്രഖ്യാപിക്കുമ്പോൾ വലിയ തോതിൽ ഈ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഒരു ആശങ്കയുണ്ടോ? എൽദോ, അടുത്ത മാസം 6 വരെയാണ് താൽക്കാലിക വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ ഒരു പ്രഖ്യാപനം പാഴ്വാക്കാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, തിരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു വാക്കാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഊർജ്ജ കേന്ദ്രമല്ല, അവരുടെ ആണവ കേന്ദ്രം തന്നെ, ഇറാൻ്റെ ആണവ കേന്ദ്രം തന്നെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു. അവിടെ ബോംബിട്ടിരിക്കുന്നു. ഖൊണ്ടാബ് ആണവ കേന്ദ്രത്തിലേക്കാണ് അങ്ങനെ ഒരു മിസൈൽ വർഷമുണ്ടായത്. ആണവ വികിരണമില്ല എന്ന ഇറാൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട്. ആളപായമോ മറ്റ് വലിയ നാശനഷ്ടമോ ഇല്ലെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. പക്ഷേ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഇറാൻ ഉറപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യാപാര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന അറിയിപ്പാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യസേന ഒരു വശത്തും ഇറാൻ മറുവശത്തുമായി നിൽക്കുന്നു. അല്ലെങ്കിൽ ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നു. അത് അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തതിൻ്റെ പേരിലാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഉക്രൈൻ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. സൗദിയാണ് ഉക്രൈൻ്റെ സഹായം തേടിയത്. സൗദിയിലേക്ക് നിരന്തരം ഇറാനിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. നേരത്തെ റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായ സമയത്ത് റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ പ്രതിരോധിക്കുന്ന സംവിധാനവും അതിൻ്റെ പരിചയവും ഉക്രൈനുണ്ട്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ്റെ സഹായം ഇപ്പോൾ സൗദി തേടുകയും അത് നൽകുകയും ചെയ്യുന്നുണ്ട്. സെലൻസ്കി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിലേക്ക് മാറുന്നതിൻ്റെ ചില പ്രവണതകൾ കണ്ടു തുടങ്ങുന്നു. നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഈ ലോകമഹായുദ്ധം എന്നൊക്കെ പറയാൻ കഴിയില്ലെങ്കിലും ചില പ്രവണതകൾ, ചില സൂചനകൾ വരുന്നുണ്ട്. അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി റഷ്യയും ഉക്രൈനും ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ രണ്ട് വശത്തായി അണിനിരക്കുന്ന ഒരു കാഴ്ചയുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ UK-യും അമേരിക്കയും ചേർന്നുള്ള പല സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഡിഗോ ഗാർഷ്യ പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക സൈനിക കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സഖ്യസേനയുടെ കൂടെ, അമേരിക്ക ഇസ്രായേൽ സഖ്യസേനയുടെ കൂടെ പല രാജ്യങ്ങളും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഈ സ്ഥിതി കൈവിട്ടു പോകുന്നൊരു നിലയുണ്ട്. ഹോർമുസ് പൂർണ്ണമായും അടയ്ക്കുന്നു. മാത്രമല്ല, കടത്തിവിടുന്ന കപ്പലുകളെ ഒരു ചെക്ക് പോസ്റ്റ് എന്ന നിലയിൽ തന്നെ ഇറാൻ്റെ കർശനമായ പരിശോധന ഹോർമുസിലുണ്ട്. മാത്രമല്ല, അവിടെ ചുങ്കപ്പിരിവ് നടക്കുന്നു എന്ന പരാതി ഉയരുന്നുണ്ട്. GCC മറ്റ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം തന്നെ വ്യവസായ മേഖലയെ തകർക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ നടപടികൾ പോകുന്നത്. മാത്രമല്ല, ഹോർമുസ് അടച്ചതോടുകൂടി തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ എണ്ണ വ്യാപാരത്തിലൂടെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിട്ടുള്ളത്. മാത്രമല്ല, കുവൈറ്റിലെ മുബാറക് അൽ കബീർ, അതോടൊപ്പം തന്നെ ഷുവൈക്ക് തുറമുഖങ്ങൾ, ഈ രണ്ട് തുറമുഖങ്ങളും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചു. ഇതിൽ അൽ കബീർ തുറമുഖം ചൈനയുടെ കൂടി സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. ചൈനയ്ക്ക് നിക്ഷേപമുള്ള ഒരു ഇടമാണ്. ആ തരത്തിൽ ഉള്ള ഒരു പ്രതിസന്ധി. മറ്റൊന്ന്, ഈ ക്രൂഡിൻ്റെ വില അത് വീണ്ടും $100 ബാരലിനുള്ള വില മാറുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം തന്നെ പല രാജ്യങ്ങളും അവരുടെ നാടുകളിൽ ഈ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇതുവരെ അങ്ങനെ ഇന്ധന വില വർദ്ധിപ്പിച്ചിട്ടില്ല. പകരം ഈ നികുതി പിരിച്ചിരുന്നതിൽ അതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. നയാര പോലുള്ള സ്വകാര്യ കമ്പനികൾ ഇതിനകം തന്നെ പെട്രോളിനും ഡീസലിനുമൊക്കെ വില കൂട്ടിയിട്ടുണ്ട്. പെട്രോളിന് ഏതാണ്ട് 5 രൂപ ആണ് അവർ വർദ്ധിപ്പിച്ചത്. പക്ഷേ മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതുവരെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ $140 മുകളിലേക്ക് ബാരലിൻ്റെ വില പോയി കഴിഞ്ഞാൽ തീർച്ചയായും സ്ഥിതി സങ്കീർണമാകും. അങ്ങനെയാണെങ്കിൽ വലിയ വിലക്കയറ്റം രാജ്യത്ത് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത് ഇപ്പോൾ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, വളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇറാനിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. കൃഷിയെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഏതായിരുന്നാലും
വിവിധ ലോകരാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു മധ്യസ്ഥ ശ്രമം, പാകിസ്ഥാൻ നമുക്കറിയാം ഇന്ത്യയിലേക്ക് പലപ്പോഴും ഭീകരാക്രമണങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ഒരു മോശം പ്രതിച്ഛായുള്ള രാജ്യമാണ്. അവർ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ ഒരു സമാധാനത്തിൻ്റെ ദൂതന്മാർ എന്ന ഒരു പരിവേഷം ചമഞ്ഞുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില ഇടനില വർത്തമാനങ്ങളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന് അവർ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകിയതും ശ്രദ്ധേയമായി. തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ തൊട്ടാൽ കളിമാറും എന്നൊരു പ്രഖ്യാപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയുമായി ഇതുവരെ ചേർന്നുപോയി. എന്നാൽ ഇറാനെ പിണക്കാതുള്ള ഒരു തന്ത്രപരമായ നീക്കമുണ്ടായിരുന്നു. അതിന് പാകിസ്ഥാന് എത്ര കാലം പയറ്റാൻ കഴിയും എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. വിനോദ്, ഈ ഹോർമുസ് അടയ്ക്കുന്നത് വലിയ തോതിൽ പ്രതിസന്ധിയാക്കുന്നു. ഈ രാജ്യത്തിനല്ല ഏതാണ്ട് 2020 ശേഷം ആദ്യമായിട്ടാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയും വർദ്ധിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനിടയിൽ ഈ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ചൈനയുടെ കപ്പലും തടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ആശങ്ക ആ ഹോർമുസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കുക അതൊരു വലിയ ദൗത്യമാണ്. ഒപ്പം ഈ അമേരിക്ക നൽകിയ ഉറപ്പല്ലേ ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാവില്ല, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നൊക്കെ. പക്ഷെ അതിനിടയിൽ ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ അതൊരു ആസൂത്രിത നീക്കമായി തന്നെ കരുതണ്ടേ? എൽദോ, ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്ക പറയുന്ന വാക്കൊന്നും നടക്കുന്ന പ്രവൃത്തികൾ മറ്റൊന്നും എന്നത് തന്നെയാണ്. കാരണം ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ആദ്യം ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അവിടെ വളരെ പുരോഗമനപരമായ അല്ലെങ്കിൽ പുരോഗതിയുണ്ട്, ചർച്ചയിൽ പുരോഗതിയുണ്ട്, പോസിറ്റീവായി കാര്യങ്ങൾ വരുന്നു എന്ന നിലയ്ക്കുള്ള ചില സൂചനകളും ഒമാൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള അറിയിപ്പുകളുമൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങുന്നത്. ഖമേനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ആദ്യ മണിക്കൂറുകളിൽ, ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഏതാണ്ട് ലാരിജാനി ഉൾപ്പെടെ 12 പേരിലധികം പ്രധാനപ്പെട്ട നേതാക്കളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. അവിടെ IRGCയുടെ തലവൻ, അതോടൊപ്പം തന്നെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, അവരുടെ സൈനിക വക്താവ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മുസ്തഫ ഖമനേയി വരുന്നു. ഒരുപക്ഷെ ഇറാൻ പതറും, ഇറാൻ 4 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ വീഴും എന്നതായിരുന്നു അമേരിക്കയുടെ കണക്ക് കൂട്ടൽ. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതും. 4 ആഴ്ചയിലധികം ഈ യുദ്ധം പോകില്ല എന്നൊരു കണക്ക് കൂട്ടലായിരുന്നു. പക്ഷേ ഈ ഡീഗോ ഗാർഷ്യ ആക്രമിച്ചതോടുകൂടിയാണ് ഇറാൻ്റെ സൈനിക ശക്തിയിൽ ഇവർക്ക് സംശയം തോന്നുന്നത്. കാരണം 2000 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന മിസൈലുകൾ മാത്രം പക്കലുണ്ട് എന്ന് കരുതിയ ഒരു രാജ്യം അവർ 4000 കിലോമീറ്ററിലധികം ഉള്ള ഒരു സ്ഥലത്ത് ആക്രമണം നടത്തി. അതോടുകൂടിയാണ് ഈ താൽക്കാലിക വെടിനിർത്തലിലേക്കൊക്കെ പോകുന്നത്. മാത്രമല്ല, ജെറാൾഡ് ഫോർഡ് എന്ന കപ്പൽ അമേരിക്ക പിൻവലിക്കുകയും ചെയ്തു. പകരം ബോക്സർ എന്ന മറ്റൊരു കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. മറ്റ് കപ്പലുകളുമുണ്ട്. കൂടുതൽ മറൈനുകളെ ഇവിടേക്ക് അയക്കാനുള്ള നടപടികൾ, ഏതാണ്ട് 2000 പുതിയ സൈനികരെ കൂടി, അങ്ങനെ 5000 സൈനികർ കരയുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാകുന്നു. അവിടെയൊക്കെ തന്നെ ട്രംപ് തുടർച്ചയായി പറയുന്നത് വെടിനിർത്തൽ എന്ന കാര്യമാണ്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. മറിച്ച് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു, അല്ലെങ്കിൽ സഖ്യസേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കൂടുതൽ കടുക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധിയുണ്ട്. അമേരിക്കയിൽ ഒരു ഹിതപരിശോധന വരികയാണ്. ഒരു സർക്കാരിൻ്റെ പകുതിയാകുമ്പോൾ അമേരിക്കയിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. അവിടെ ട്രംപിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം സെനറ്റ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത് നേരത്തെ ചർച്ചയായപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ട്രംപിനെ എതിർക്കുന്ന നിലയുണ്ടായിരുന്നു. പല നേതാക്കളും അവിടെ ട്രംപിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. JD വാൻസ് ഉൾപ്പെടെയുള്ളവർക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട് എന്ന വിലയിരുത്തലുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തിന് ഈ യുദ്ധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവശേഷിക്കുന്നു. മാത്രമല്ല, അമേരിക്കയിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില ആളുകൾ കൂടി രാജിവെച്ച് പോകുന്ന നിലയുണ്ട്. കാരണം ഈ യുദ്ധത്തെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. അമേരിക്ക അനാവശ്യമായ ഒരു ബാധ്യത തലയിൽ വെച്ചു എന്ന ഒരു പ്രതീതി ആ നാട്ടിൽ അങ്ങനെ പരക്കുന്നുമുണ്ട്. മാത്രമല്ല, പ്രതിദിനം ഏതാണ്ട് 9000 കോടി രൂപയാണ്, ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 9000 കോടി രൂപയാണ് ഒരു ദിവസത്തെ യുദ്ധത്തിനായി അമേരിക്ക ചെലവഴിക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ മിസൈലുകളുടെ അമിതമായ ഉപയോഗം അത് രാജ്യത്തെ ആയുധശേഷിയിൽ കുറവുണ്ടാക്കുന്നു എന്ന ആശങ്ക. ഇനി ഈ യുദ്ധം നീണ്ടുനിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അമേരിക്കയും ബാധിക്കും. അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കളുടെയൊക്കെ തന്നെ ക്ഷാമം അമേരിക്കൻ ജനതയെയും ബാധിക്കുമെന്ന ഒരു ആശങ്ക ആ നാട്ടിലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ യുദ്ധം നീണ്ടുപോകുന്നതിൽ പൊതുവിൽ താല്പര്യമില്ലാത്ത ഒരു സമീപനമാണ് ലോകരാജ്യങ്ങൾ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, പലരും എതിർപ്പുമായി പ്രത്യക്ഷമായി തന്നെ ഇപ്പോൾ തന്നെ ഈ യുക്രൈനൊക്കെ സൗദിയുടെ ഭാഗത്ത് ചേർന്ന് ഇറാനെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ
ശത്രുത മറ്റ് രാജ്യങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കുകയും അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുകയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോക യുദ്ധം എന്ന സ്വഭാവം വരുന്നില്ലെങ്കിൽ പോലും ചില പ്രതീതി ഉണ്ടാകുന്നുണ്ട്. രാജ്യങ്ങൾ ചേരിതിരിയുന്ന ചില സൂചനകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. എന്തോ റൈറ്റ്, വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്താണേലും ആക്രമണം കടുപ്പിക്കുകയാണ്. അവിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അവിടെ ഒരു ആണവ വികിരണ സാധ്യതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണേലും ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്.